ഒരു നമുക്ക് പറയാമല്ലോ വെട്രിമാരൻ സംവിധായകൻ്റെ പടം കേട്ടോ. ഇത് ഒരു ഡയറക്ടർക്ക് പണി അറിയാവുന്ന ഒരു ഡയറക്ടറുടെ കിടുപ്പൻ വർക്ക് എന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ഒന്നിനൊന്നിനും മെച്ചം. ഏതാ നല്ലത് ഏതാ ചീത്തെന്ന് പറയുമ്പോൾ അതുപോലെ രണ്ടും മെച്ചം. ഇതുപോലെ ഒരു ജാതിരാഷ്ട്രീയം പറയാൻ അറിയാവുന്ന ഒരു സംവിധായകൻ വെട്രിമാരനെ പോലെ വെട്രിമാരൻ പടം. അത് ആ ഒരൊറ്റ മാർക്ക് വന്നാൽ മതിയേ. എല്ലാവരും അവർക്ക് ഞാൻ പറഞ്ഞില്ല, അവരെ കൊണ്ടൊക്കെ എടുപ്പിക്കാൻ വിജയ് സേതുപതിയൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യരും കൊള്ളാം, കിടുകിടുപ്പൻ, അടിപൊളി പടം മൊത്തത്തിൽ നന്നായിരുന്നു. ഫസ്റ്റിനെ അപേക്ഷിച്ച് സെക്കൻഡ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ക പുള്ളിയുടെ ഒരു സാധനം തന്നെയാണ്. ഇമോഷണലി ഭയങ്കര കണക്റ്റായി. പൊളിറ്റിക്കൽ പരിപാടി തന്നെയാണ്. നല്ല പടമായിരുന്നു. നന്നായിരുന്നു, രണ്ടുപേരും നന്നായിരുന്നു. കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. ഇമോഷൻ അതായിരുന്നു, കൊള്ളായിരുന്നു. എനിക്ക് സെക്കൻഡാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ചും കൂടി വേറൊരു പരിപാടിയായിട്ട് തോന്നി. ഫസ്റ്റിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എനിക്ക് സെക്കൻഡ് തന്നെ തോന്നി. പടം അടിപൊളി പടമാണ്. കാരണം എന്താ പറയുക, വ്യക്തമായ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ഓരോ ഡയലോഗ്സിലും വ്യക്തമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. പിന്നെ വെട്രിമാരൻ സാറ് കാര്യം പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഓരോ പടവും ഏറ്റവും മികവുറ്റത് തന്നെയാണ്. അതിലുപരി ഇതിൽ എന്താ പറയുക, ഒരു ദേശീയ അവാർഡ് തലത്തിലേക്ക് പോലും പോകുന്ന രീതിയിലുള്ള മിന്നിക്കുന്ന പ്രകടനമാണ് വിജയ് സേതുപതി സാറ് ആദ്യം മുതൽ അവസാനം വരെ കാഴ്ചവെച്ചിരിക്കുന്നത്. വിജയ് സേതുപതി സാർ ആയിക്കോട്ടെ, മഞ്ജു വാര്യർ ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, ഇതിൽ ഓരോരുത്തരും ഓരോ കഥാപാത്രം അവതരിപ്പിച്ചൊരു ഗംഭീരമായി ചെയ്തിരിക്കുന്നു. പിന്നെ ഇളയരാജ സാറിൻ്റെ ആ ഒരു മ്യൂസിക്കും ഇതിന് കൃത്യമായ അനുയോജ്യമായി വന്നിരിക്കുന്നു. മൊത്തത്തിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളോടും പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമൂഹ്യപരമായിട്ട് നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. ഇത് വെട്രിമാരൻ എന്ന് പറയുന്ന അത്രയും ഒരു ജീനിയസ്. അദ്ദേഹം സമൂഹത്തിനോട് പ്രതികരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലൂടെ പ്രതികരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗുകളും നമുക്ക് ഇതിൽ വ്യക്തമായി കാണാം. അടിപൊളി ഒരു വെട്രിമാരൻ സംഭവം തന്നെയാണ് വിടുതലെ പാർട്ട് 2. വിടുതലെ 1 സൂര്യ സ്കോർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കാണുന്ന പറഞ്ഞാൽ സൂര്യയുടെ ഇമോഷൻസും ഒക്കെ കാണാം. കഥാപാത്രത്തിൻ്റെ ബാക്കി വരുവാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ആദ്യം മുതൽ അവസാനം വരെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ദേശീയ അവാർഡ് ഇദ്ദേഹത്തിന് വിജയ് സേതുപതി എന്ന് പറയുന്ന നടന്ന മക്കൾ സേവനത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും കിട്ടത്തില്ല. മിന്നിക്കുന്ന പ്രകടനം, അടിപൊളി പ്രകടനമാണ് വിജയ് സാർ ഇതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. സൂപ്പർ പ്രകടനം. കാരണം സെക്കൻഡ് ഹാഫൊക്കെ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് മുതൽ സെക്കൻഡ് ഹാഫ് വരെ സാറിൻ്റെ ഫുൾ ബേസ്ഡ് വേറൊരു കിടിലം അഭിനയത്തിൻ്റെ വിസ്മയ മുഹൂർത്തങ്ങളാണ് തിയേറ്ററിൽ തന്നുകൊണ്ടിരിക്കുന്നത്. വിടുതലെ ഫസ്റ്റിനേക്കാളും ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഒരു വൈബ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇറ്റ് വാസ് ഗുഡ്. സെക്കൻഡ് പാർട്ട് ഫസ്റ്റിനേക്കാളും സെക്കൻഡ് പാർട്ട് കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. വയലൻസും ഉണ്ട്, പക്ഷേ എന്നാലും ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ഒരല്പം കൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ഒരു രക്ഷയില്ല. ഐ മീൻ ലൈക്ക് ദിസ് ഈസ് ലൈക്ക് പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മഞ്ജു വാര്യർ വിജയ് സേതുപതിയുടെ ആ ഒരു എഫക്റ്റിൽ കുറച്ചൊന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഷി ഹാസ് ഡൺ ആൻ ആബ്സല്യൂട്ട്ലി ഗുഡ് ജോബ്. ഓസം, ബ്രില്യൻറ്റ്. സൂപ്പർ പടം, നല്ല അടിപൊളി. വിജയ് സേതുപതിയൊക്കെ നല്ല അടിപൊളി. മറ്റേ ആ നടന്നു വരുന്ന സൂര്യ കിട്ടിലൻ അവസാനം നല്ല അടിപൊളി പെർഫോമൻസ് സൂര്യയുടെ. നല്ല നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഇറങ്ങിയായിരുന്നു. മഞ്ജു വാര്യർ നല്ല കൊടുത്ത ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം, കൊള്ളാം. വിജയ് സേതുപതി നല്ല അടിച്ചു പൊളിച്ചത്. അതായത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. വിടുതലെ നമ്പർ 1-നേക്കാളും വിടുതലെ 1-ൽ നമ്മുടെ സൂര്യയാണ് കലക്കിയെങ്കിൽ ഇതിൽ നമ്മുടെ വിജയ് സേതുപതി ഇതിനകത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല, തകർത്തേക്കാണ്. കാരണം വെച്ചാൽ ത്രൂ ഔട്ട് ഭയങ്കര പെർഫോമൻസ്, നമ്മളെ കരയിപ്പിക്കും. അങ്ങനത്തെ പെർഫോമൻസാണ് പുള്ളി നടത്തിയേക്കുന്നത്. അതിന് മ്യൂസിക്കും അത് മേക്കിങ്ങും ഒന്നും പറയാനില്ല. അവസാനം നമ്മൾ ഇറങ്ങിപ്പോരുന്ന കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരുന്നത്. ലൈഫ് നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്കിൽ നല്ല രീതിയിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. ഒരു ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡോടാണ് അവസാനിക്കുന്നത്. തേർഡ് പാർട്ടിനുള്ള എല്ലാ ചാൻസസും പടത്തിൽ വിജയ് സേതുപതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടിനുള്ള ചാൻസസും പടം ഉണ്ട്. ഓവറോൾ തിയേറ്റർ വാച്ചബിളാണ്. വെട്രിമാരൻ ഫിലിംസ് ഇഷ്ടമുള്ള ഒരു മസ്റ്റായിട്ട് കാണേണ്ട ഒരു പടം തന്നെയാണ് വിടുതലെ 2 എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.